നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 3 times അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, കോൾ ചെയ്യേണ്ട കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു മിക്കവരും വീഡിയോസൊക്കെ കാണുമ്പോൾ 11:30 ശേഷം വിളിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ വിളിക്കരുത്. എന്താ പറയുക, ഫാമിലിയൊക്കെ ഉള്ളതല്ലേ എല്ലാവർക്കും. സോ അതാണ് മെയിൻ ഇഷ്യൂസ്. ഓക്കെ, നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൽ. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുള്ളൂ, കോൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് 1 മണിക്കും 2 മണിക്കും ഒക്കെ പലരും വിളിക്കാറുണ്ട്. 5 മണിയൊക്കെ ആകുമ്പോഴൊക്കെ രാവിലെയൊക്കെ വിളിക്കാറുണ്ട്. നമ്മൾ ആ സമയത്തൊക്കെ കിടന്ന് ഉറങ്ങായിരിക്കും ചില സമയത്ത്, അപ്പോഴായിരിക്കും വിളിക്കുന്നുണ്ടാവും. അപ്പം ഇപ്പോൾ കോൾ വരും എന്ന് ഓർത്ത് ഞാൻ ഫ്ലൈറ്റ് മോഡിലിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. ബിസിനസ് നമ്മുടെ ഇത് കഴിയുമ്പോൾ തന്നെ, എൻക്വയറി കൗൺസിലിങ്ങിൻ്റെ ഒക്കെ കഴിയുമ്പോൾ തന്നെ ഞാൻ അന്നേരം തന്നെ ഓഫ് ചെയ്യും, ഫോണിൻ്റെ ഫ്ലൈറ്റ് മോഡാക്കും. നിങ്ങൾ കോൾ ചെയ്യണ്ട, മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. പലപ്പോഴും അതുപോലെ ഞാൻ റീഡിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ ആയിരിക്കും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വോയിസൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും അതെല്ലാം ആണെങ്കിൽ ബ്രേക്കായി പോകാറുണ്ട്. കട്ട് ചെയ്താലും വീണ്ടും വിളിച്ചു വിടും. ഞാൻ കട്ട് ചെയ്യുന്നത് മെയിനായിട്ടും നമ്മൾ തിരക്കായതുകൊണ്ടാണ് കട്ട് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതെനിക്കറിയാം, നിങ്ങളുടെ അവസ്ഥ കൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. ആരുടെയെങ്കിലുമൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ഒരാശ്വാസം. പക്ഷേ നമ്മളെല്ലാവരുടെയും സിറ്റുവേഷൻസ് നോക്കണം, എന്നിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഈ ഒരു വ്യക്തി വല്ലാണ്ട് നെഗറ്റീവ് ആവുന്നുണ്ടായിരുന്നു മോർണിംഗിൽ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ ഒരു വ്യക്തിക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ക്ലാരിറ്റി വേണം. പക്ഷെ ഇവർക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് ഒരു കാര്യത്തെക്കുറിച്ചിട്ട് എടുക്കേണ്ടതെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാത്തൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തി മോർണിംഗിൽ ആ ഒരു എനർജിയിൽ ഉണ്ടായിരുന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആ ഒരു വ്യക്തിയുടെ ഒരു എനർജീസ് നോക്കുമ്പോഴേക്കും നമ്മൾ പറയത്തില്ലേ, എഴുന്നേറ്റ് വരുമ്പോഴേ നെഗറ്റീവ് ആണെന്ന് പറയത്തില്ലേ, ആ ഒരു എനർജിയാണ് പൊതുവേ. അങ്ങനെ ലൈക്ക് ഒത്തിരി അധികം ബേർഡൻസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. അപ്പം ആ എഴുന്നേറ്റ് വരുമ്പോഴേ, അല്ലെങ്കിൽ നേരം വെളുത്തല്ലോ, ഇന്നിപ്പം ഇത്രയും പ്രശ്നങ്ങളൊന്നും സോർട്ട് ഔട്ട് ആയി, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഒരു നേരം കിടന്നുറങ്ങി ഒന്ന് റെസ്റ്റ് എടുത്തതായിരുന്നു. അപ്പോൾ ഇതാ കിടക്കുന്നു, ഇനി രാവിലെയായി, ഇനി അടുത്ത പ്രശ്നങ്ങൾ, അടുത്ത കാര്യങ്ങൾ, അടുത്ത റെസ്പോൺസിബിലിറ്റീസ്. സോ ആ ഒരു എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ എനർജീനെ സെൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈമിൽ പറ്റുന്നുള്ളത് കേട്ടോ. അങ്ങനത്തെ ഒരു എനർജിയിലായിരുന്നു ഈ ഒരു വ്യക്തി ഇവിടെ എഴുന്നേറ്റ് വന്നിട്ട് തന്നെ ഉള്ളത്. ശരിക്കും ഇവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ആ ഒരു ടൈമിൽ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, എനിക്കെന്തോ ഒരു നെഗറ്റിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റും എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഓരോ മുടക്കം വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറയത്തില്ലേ, പലപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ എന്താ പറയുക, നമ്മൾ ആദ്യം തൊട്ടടുത്ത ആൾ ബ്ലാക്ക് മാജിക് ചെയ്തായിരിക്കും എന്ന് പറയുമല്ലേ. ഓക്കെ, അതുപോലെ ഈ ഒരു വ്യക്തി ഇനിയിപ്പം അടുത്തുള്ള ആരെങ്കിലും ഇനി ബ്ലാക്ക് മാജിക് വല്ലതും ചെയ്തതാണോ എന്നുള്ള ഒരു എനർജിയിൽ, ആ ഒരു എനർജിയിൽ ഈ ഒരു വ്യക്തി ചില സമയത്ത് ഇരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് എപ്പോഴും ഈ ഒരു വ്യക്തി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്നുണ്ടാവും. ലൈക്ക് എപ്പോഴും വിക്ടം റോളിൽ ഇരിക്കുന്നുണ്ടാവും. ലൈക്ക് വിക്ടമൈസ്ഡ് ആയിട്ടുണ്ട്, പവർലെസ് ആണ് ഈ ഒരു വ്യക്തി. ലൈക്ക് ആ ഒരു ഫീലിങ്ങിലാണ് എപ്പോഴും ഈ ഒരു പേഴ്സൺ അവിടെ ഇരിക്കുന്നത്. മേ ബി ഇറ്റ്സ് എ ഇല്യൂഷൻ, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഇല്ല, അഴികൊന്നുമില്ല. എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു സൊല്യൂഷനെ നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും പീസ് ആയിരിക്കണം. നമ്മുടെ മൈൻഡിൽ എപ്പോഴും ആ ഓവർ തിങ്കിങ് ഒന്നും ഇല്ല. നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങളെ കാണാൻ പറ്റുമ്പോഴാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളത്. ഓക്കെ, സവർ എനർജീസാണ്. മേ ബി ഈ ഒരു വ്യക്തി വളരെ ടോക്സിക്കും ആയിരിക്കും ഇറ്റ് സെൽഫിൽ. മേ ബി എന്താ പറയുക, വല്ലാണ്ട് എന്താ പറയുക, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ പുള്ളിയുടെ ഈഗോ ഹേർട്ട് ആവുന്നുണ്ട്. ഡസൻ മാറ്റർ, മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അവർക്ക് ഈഗോ ആയിരിക്കും ഫസ്റ്റ് ഹേർട്ട് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഈഗോ ഒക്കെ ഹേർട്ട് ചെയ്യുന്ന ഒരു എനർജീസ് ആയതുകൊണ്ടാണ് ഈ പുള്ളി ഈ ഒരു വ്യക്തി ഇത്രയും നെഗറ്റീവായിട്ടിരിക്കുന്നുള്ളത്. ഓക്കെ, എനിക്ക് ആ ഒരു എനർജീസ് ഇവിടെ സെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ലൈക്ക് അങ്ങനല്ല, ഈ ഒരു വ്യക്തിക്ക് ക്ലാരിറ്റി ഇല്ല എന്നുള്ള ഒരു എനർജീസ് അല്ല ഒരു കാര്യത്തെക്കുറിച്ചിട്ട്. ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ ആ ഒരു ക്ലാരിറ്റി അതൊരു കറക്റ്റ് ഓർഡറിൽ കൊണ്ടുവന്നിട്ട് അതിൽ നിന്നൊരു പോസിറ്റീവ് ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു എനർജീസാണ് ഈ ഒരു പേഴ്സൻ്റെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ലവേഴ്സ് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതെല്ലാവരുടെയും കേസസ് അല്ല ഞാനിപ്പോൾ പറഞ്ഞത്, വളരെ കുറച്ച് പേരുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. സെക്കൻഡ് കേസസ് നമുക്കിവിടെ ഈ റീഡിങ്ങിൽ വന്നിട്ടുള്ളത്, വേറൊരു സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടുള്ളത്. ഐ തിങ്ക് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. മേ ബി ഇവരുടെ ഫാമിലി കാർമിക്കായിരിക്കാം. ഇപ്പോൾ ഫാമിലി കാർമിക്കും നിങ്ങളുമായിട്ട് സോൾ കണക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് രണ്ട് പേരിൽ ആരെ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ഇവർക്ക് ശരിക്കും ഫാമിലി ഭയങ്കര ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്, വളരെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങളെന്നുള്ളൊരു കണക്ഷൻ അത് ഭയങ്കര സോൾമേറ്റ് വൈബാണ് ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ഇവർക്ക് നിങ്ങളെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു കണക്ഷനെ വേണം, ഈ ഒരു കണക്ഷനെ വിട്ട് കളയാൻ ആൾക്ക് പറ്റുന്നില്ല. എപ്പോഴും എത്രയൊക്കെ സിറ്റുവേഷൻസ് ആണെങ്കിലും എപ്പോഴും നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാവണം എന്നാണ് ഈ ഒരു വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇതിൽ മേ ബി ഫാമിലിയിലും ഇത്ര ഇഷ്യൂസ് ഉണ്ടാവും, എന്തെങ്കിലും കാർമിക് സൈക്കിൾസ് ഫാമിലിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു ടൈമിൽ പോലും ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ, അത് ഫിസിക്കലായിട്ടാണെങ്കിലും ഇമോഷണലി ആണെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്ന ആ ഒരു വൈബ് വേറൊരു വ്യക്തിയോടോ വേറൊരു പേഴ്സണോടോ ഫീൽ ചെയ്യുന്നില്ല. ഇവർക്ക് മാരീഡ് ആണെങ്കിൽ പോലും ഇവർക്ക് അവരുടെ വൈഫിനോട് പോലും അത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജീസാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ഇവരുടെ ആ ഒരു ടോക്സിക്, നിങ്ങളോട് വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക്, വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ട്. അത് ആ ഒരു അഡിക്ഷനിൽ ഓവർ പൊസസീവ്നെസ് ആയിരിക്കാം, അതൊരു പക്ഷേ ഒരു ഭയങ്കര ടോക്സിക് വേയിലും ആയിരിക്കാം. മനസ്സിലായി? നിങ്ങൾക്ക് തന്നെ റീഡിങ് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം പൊസസീവാണ്, ടോക്സിക് ആണ്. അത് ഒരു പക്ഷേ അവരുടെ സ്നേഹമായിരിക്കാം, പക്ഷേ അതൊരു ഭയങ്കരമായിട്ടും ടോക്സിക് ആയിട്ടുള്ള ഒരു വെയിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നുള്ളത്. അതൊരു ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഫ്രീഡം തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എപ്പോഴും ഇവർ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരു എനർജീസ് ആയിരിക്കും ഈ ഒരു റിലേഷനിൽ. ഈ ഒരു വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഇനി ഈ റിലേഷൻ വേണോ, നിങ്ങൾക്ക് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് ഇത് സോൾ കണക്ഷനാണോ അതോ ഇത് കാർമിക് റിലേഷനാണോ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഈ ഒരു റിലേഷൻ കാർമിക് സോൾമേറ്റ്സ് ആണ് നിങ്ങളുടെ കേട്ടോ. കാർമിക് സോൾമേറ്റ്സ് എനർജീസ് ആണ് എനിക്കിവിടെ ഈ റിലേഷൻ്റെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, റീസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി സംതിങ് ഈസ് റിലേറ്റഡ് ടു ഫൈനാൻസ്. മേ ബി ഈ ഒരു വ്യക്തി ഡിവോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ടാവാം. റീസെൻ്റ് ആയിട്ട് അവരുടെ ഫാമിലി ടോക്സിക് ആയതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ടാവാം. ഈ ഒരു എനർജീസ് ഒക്കെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു സിറ്റുവേഷൻസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇവരുടെ ഫാമിലിയിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ ഇവിടെ ഈ റിലേഷനിൽ ആൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, ആൾക്ക് വേറെ മാരിറ്റൽ റിലേഷൻ ഉണ്ട് എന്നൊക്കെയുള്ളത് ഈ ഒരു വ്യക്തി അറിഞ്ഞിട്ടുണ്ടാവാം. അപ്പം മേ ബി അത് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അറിഞ്ഞിട്ടുണ്ടാവാം ഇവരുടെ. അതൊരു റീസൺ ആയിരിക്കാം ഒരു പക്ഷേ. ഓക്കെ, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻസ് അറിഞ്ഞതിന് ശേഷം അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഇവരുമായിട്ടുള്ള റിലേഷൻ ഒരു ഡിവോഴ്സിലേക്ക് പോകുന്നുള്ളത്. ഓക്കെ, എനിക്ക് ആ ഒരു എനർജീസും ഇവിടെ സെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ കുറേ സിറ്റുവേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ഇഷ്യൂസ് ഭയങ്കരമാണ് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ. ഐ തിങ്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു മാരേജ് ഡിവോഴ്സിലേക്ക് ആയതിനു ശേഷം ഞാൻ തിരിച്ചു വന്ന് നിനക്ക് കമ്മിറ്റ്മെൻറ്റ് തരാം, അല്ലെങ്കിൽ നീ തിരിച്ചു വരുമ്പോൾ നിന്നെ ഞാൻ മാരേജ് ചെയ്യും എന്ന് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഐ ഡോണ്ട് നോ, നിങ്ങൾ ആ ഒരു വാക്ക് വിശ്വസിച്ച് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. നിങ്ങളിപ്പം ഈ റിലേഷനെ ഹോൾഡ് ചെയ്ത് നിങ്ങൾ ആ ഒരു വാക്ക് വിശ്വസിച്ച് നിങ്ങൾ വെയിറ്റിംഗ് ഫേസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ലൈക്ക് അവർ തിരിച്ചു വരും. പക്ഷേ ഇപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. സോ അങ്ങനത്തെ ഒരു എനർജീസ് എനിക്കിവിടെ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് കോഴ്സ് ഇവിടെ എന്തോ ബ്ലാക്ക് മാജിക് എനർജീസ് ഉണ്ട്.
ആ ഒരു എനർജീസ് കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇപ്പം സെപ്പറേഷൻ ആവാൻ പോകുന്നത്. കാരണം സെപ്പറേഷൻ ഫേസിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആവണം എന്ന് ഇവരുടെ ഫാമിലിയിലുള്ള ആരോ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫാമിലി മെമ്പർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ എപ്പോഴും നേരെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും ആയിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ നിങ്ങൾക്ക്, ഹസ്ബൻഡിനും വൈഫിനും, അല്ലെങ്കിൽ ആൾക്ക് കണ്ടുകൂടാ നിങ്ങളെ. അല്ലെങ്കിൽ ഇവിടെ തേർഡ് വുമൺ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെയോ വശീകരണം പോലുള്ള കാര്യങ്ങൾ ഫുഡിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് ഉള്ളത് കൊണ്ടാണ് അവർക്ക് അവരോട്, തേർഡ് പേഴ്സണോട് കൂടുതൽ അഡിക്ഷനും നിങ്ങളോടൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഈ റിലേഷൻ ബ്രേക്ക് ചെയ്യണം എന്നുള്ള തോട്ട്സ് അവർക്ക് വരുന്നതിന് റീസൺ. ഓക്കെ, വളരെ നെഗറ്റീവ് എനർജിയാണത്. ഇവരെ ആക്ഷൻലെസ് എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുകയാണ്. ഒരു മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആക്ഷൻലെസ് എനർജിയിൽ നിൽക്കുകയാണ്. കാരണം അവരുടെ മൈൻഡിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ കുറേ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് റിലേഷൻ, എന്ത് തലവേദന എന്നുള്ളൊരു എനർജിയിലാണ് ആളിവിടെ നിൽക്കുന്നത്. കാരണം എല്ലാം കൂടി ചിന്തിച്ചിട്ട് എല്ലാത്തിനെയും കൂടി ഓക്കെ ആക്കാനായിട്ടുള്ള ഒരു ഇതൊന്നും ഈ ഒരു വ്യക്തിക്ക് ഇല്ല. ഐ തിങ്ക് ഈ ഒരു വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ ആളുകൾ ഉണ്ടാവാം അവരുടെ ഫാമിലിയിൽ. ഇത് ജനറലായിട്ട് പറയുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഫാമിലി പേഴ്സൺ ആയിരിക്കാം, ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ. മേ ബി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായതിന് ശേഷം ഈ ഒരു വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ ഫാമിലി, അവരുടെ ഫാദർ, മദർ, ബ്രദേഴ്സ് എല്ലാം നിൽക്കുന്നുള്ളത് ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കാം. ഇവരായിരിക്കും മേ ബി ആ ഒരു ഫാമിലിയിലെ ഫുൾ വെയിറ്റും ഇവരുടെ ഷോൾഡറിൽ എടുക്കുന്നുള്ളത് ഈ ഒരു വ്യക്തിയായിരിക്കാം. സോ ആ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടുമൊക്കെ ആയിരിക്കാം ഇവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ, റിലേഷനിൽ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവരിതിൽ ഹാങ് ചെയ്ത് നിങ്ങളെ നിർത്തണം എന്ന് ഉള്ളൊരു തോട്ട്സും ഇവർക്കില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾ സെപ്പറേഷൻ വന്നത്. കാരണം ഇവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ട്രാപ്ഡ് ആണ്. ഈ ഒരു സിറ്റുവേഷൻ എന്താണോ അതിൽ ഞാൻ ട്രാപ്ഡ് ആണ്. സോ എനിക്കിനി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരു തോട്ട്സാണ്. ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം, മുന്നോട്ട് പോകുന്ന ടൈമിൽ എനിക്ക് എല്ലാം കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഈ ഒരു കണക്ഷൻ ആണെങ്കിലും ഇവരുടെ ഫാമിലി ആണെങ്കിലും എല്ലാം കൂടി ഒരു ബാലൻസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇത് കാണുന്നില്ല. അല്ലെങ്കിൽ ഓവറായിട്ട് ഇത് രണ്ടും ബാലൻസിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു വ്യക്തി വിശ്വസിക്കുന്നില്ല അത്. ഇപ്പോൾ എത്രയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാലും മുന്നോട്ടുള്ള ടൈമിൽ ഇത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകും. അതിലും ഭേദം ഇപ്പം തന്നെ ഈ ഒരു കണക്ഷനെ എൻഡാക്കുക, അല്ലെങ്കിൽ ഇതിലൊരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഈ ഒരു വ്യക്തി ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഡിഫറൻസസ് ഉണ്ട്. മേ ബി നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം. ഈ റിലേഷൻ ഫ്രണ്ട്ഷിപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കാം ഇത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ട് കുറേ കാലം ഇരുന്നിട്ടുണ്ടാവും, പിന്നെ നിങ്ങൾ റിലേഷനിലേക്ക് വന്നിട്ടുണ്ടാവാം. പ്രസൻറ്റ് എനർജീസ് എന്താണ് അവരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു റീഡിങ് എത്തുന്ന ആ ഒരു ടൈം കുറച്ച് ലേറ്റ് ആകുമായിരിക്കും. ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഇവരുടെ ഐ തിങ്ക് ഇന്ന് ലീവ് വല്ലതും ആയിരിക്കും അവർക്ക്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജീസ് എനിക്കിവിടെ അവരുടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ മേ ബി കോളേജിൽ പഠിച്ചിട്ടുള്ള പഴയ ഫ്രണ്ട്സൊക്കെ വന്ന് മീറ്റ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഇവർ നേരത്തെ ഒരു വർക്ക് ചെയ്തിട്ടുള്ളിടത്ത് വന്നിട്ടുള്ള ഫ്രണ്ട്സുകളെ മീറ്റ് ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള പ്ലാനിങ്സ് ഉണ്ട് ഇവിടെ. എന്തോ പ്ലാനിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇന്ന് അവർ ആ ഒരു അവരെ കാണുകയും അവരുടെ കൂടെ കണക്റ്റായി സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും ഇന്നത്തെ എനർജീസിൽ. മേ ബി ഒരു വ്യക്തി കുറച്ച് പേർക്കെങ്കിലും നിങ്ങളെ കാണാൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇവരുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ, പോകുന്ന വഴിയിൽ നിങ്ങളെയും കൂടി മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളെ കോള് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, ജസ്റ്റ് കാണാൻ വരുമോ എന്ന് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ക്യൂക്ക് എനർജി അപ്ഡേറ്റ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.